Hi everyone, welcome to I+ Training Solutions. കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ 2025 ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 ചോദ്യങ്ങൾ അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാർട്ട് 3യിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സോഷ്യൽ സയൻസ് സെക്ഷനിലെ 21ാമത്തെ ചോദ്യം. ആന്റി ഡിഫെക്ഷൻ ലോ ഈസ് പാർട്ട് ഓഫ് വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂളിലെ ഏത് ഭാഗത്താണ് ആന്റി ഡിഫെക്ഷൻ ലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10th ഷെഡ്യൂൾ, 8th ഷെഡ്യൂൾ, 12th ഷെഡ്യൂൾ, 7th ഷെഡ്യൂൾ, 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. നോക്കാം. ഓപ്ഷൻ എ 10th ഷെഡ്യൂൾ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് വർഷം വരുന്നത്? 1985 1985 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് ഈ ഒരു നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആദ്യം നമുക്ക് എന്താണ് ഈ കൂറുമാറ്റം എന്നുള്ളത് നോക്കാം. അതായത് ഡിഫെക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്വം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നൽകുന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് സഭയിൽ വോട്ട് ചെയ്യുക, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയിട്ടോ അല്ലെങ്കിൽ സ്വമേധയാ ചിലപ്പോൾ ആൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കണ്ട, മറ്റൊരു പാർട്ടിയിലേക്ക് ഞാൻ മാറുകയാണ്, അങ്ങനെ ഒക്കെ ആളിങ്ങനെ മാറില്ലേ, അതിനൊക്കെയാണ് ഈ കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്വം ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അതിന് വിരുദ്ധമായിട്ട് പാർട്ടി ഇപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അടുത്തൊക്കെ ചിലപ്പോൾ അതൊക്കെ സമ്മതിച്ചിട്ട് പെട്ടെന്ന് ലാസ്റ്റ് ടൈമിൽ ആള് പാർട്ടി പറയാത്ത ആൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരില്ലേ. പിന്നെ നമ്മൾ ഈ കോടതിയിൽ ചില കേസുകളിലൊക്കെ സാക്ഷി കൂറുമാറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അനുകൂലമായിട്ട് സാക്ഷി പറയേണ്ട ആ സാക്ഷി ചിലപ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടാവും സാക്ഷി പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അതിനൊക്കെയാണ് ഈ കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൂറുമാറ്റ നിരോധന നിയമം, അതായത് ആന്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാനുണ്ടായിട്ടുള്ള അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ കൂറുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിയമസഭയിലെ അധ്യക്ഷന്മാർക്ക്, ആരൊക്കെയാണ് അധ്യക്ഷന്മാരായിട്ട് വരിക? ഒന്നാലോ ഉദാഹരണമായിട്ട് ലോക്സഭ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭ ചെയർമാൻ, ഇവർക്ക് നിശ്ചയിച്ച് നൽകുന്നതാണ് ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു അംഗം, രാഷ്ട്രീയ അംഗം, ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗമായിരിക്കുമല്ലോ, അദ്ദേഹം കൂറുമാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അയോഗ്യരാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആർക്കാണ് കൊടുക്കുന്നത്? ലോക്സഭാ സ്പീക്കർക്ക് അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതങ്ങനെ നിശ്ചയിച്ച് കൊടുക്കുന്ന അത് ഈ ഒരു ഈ ഭരണഘടനയുടെ 10th ഷെഡ്യൂൾ പ്രകാരമുള്ള ആന്റി ഡിഫെക്ഷൻ ലോയിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? ആന്റി ഡിഫെക്ഷൻ ലോ ഏത് വർഷമാണ് വന്നിട്ടുള്ളത്? 1985 ആണ്. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് ഈ ഒരു 10th ഷെഡ്യൂൾ ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. മൂവ് ഓൺ ടു നെക്സ്റ്റ് ഓപ്ഷൻസ്. 8th ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഭരണഘടനയുടെ 8ാം പട്ടിക, അതായത് ഇന്ത്യയിലുള്ള അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ, അതാണ് 8th ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറന്റ്ലി നമുക്ക് 22 ഇത്തരത്തിലുള്ള ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഇനി 12th ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? 12ാമത്തെ പട്ടിക മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങള്, ഉത്തരവാദിത്തങ്ങള്, അവ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് ഈ 12ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടുള്ളത്
1992 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മുനിസിപ്പാലിറ്റി നഗരപാലിക സിസ്റ്റം ആഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോ 73rd അമെന്റ്മെന്റ് എന്താണ്? കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയേ. പഞ്ചായത്തി രാജ് ആണ് അല്ലെ. പഞ്ചായത്തി രാജ് ആണ് 73rd. 74 മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക. ഓക്കെ, ഇനി 7th ഷെഡ്യൂൾ 7ാം പട്ടിക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യൂണിയനുകൾക്കും അതുപോലെ സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണത്തെ സംബന്ധിക്കുന്നതാണ് ഈ 7th ഷെഡ്യൂൾ. അതായത് നമ്മൾ ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെയാണ് ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിന്റെ ഓപ്ഷൻസ് അടുത്ത സ്ലൈഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്, ദ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 ഇൻക്ലൂഡ്സ് ദ devaluation of Indian rupee as one of the key reforms. Statement second, the policy also focused on the privatization of large public sector enterprises and the reduction of government interventions in the economy. ഇതിലെ ഏത് ആണ് ശരിയായിട്ടുള്ളത്? അതായത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് നമ്മളോട് ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയോളൂ. Here is the options. Statement first and statement 2 are correct. Statement 1 and statement 2 are incorrect. Statement 1 is correct but statement second is incorrect. Statement 1 is incorrect but statement second is correct. Okay. Answer നോക്കിയാലോ? അടുത്ത ചോദ്യം 23rd ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് വിൻഡ് എനർജി, യൂസ് ഓഫ് സോളാർ എനർജി, യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, ക്രോപ്പ് റൊട്ടേഷൻ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഇതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അത് ഞാൻ വായിക്കണ്ടല്ലോ അല്ലെ. ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. 1, 2, 4 ഈ 4 പോയിന്റുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്, സുസ്ഥിര വികസനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്? ഒന്നാമത്തെ ഏതാണ്? യൂസ് ഓഫ് വിൻഡ് എനർജി. രണ്ടാമത്തത് യൂസ് ഓഫ് സോളാർ എനർജി. ദെൻ 3 ഇല്ല. നാലാമത്തത് ക്രോപ്പ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണമാണ്, ഇത് 3 എണ്ണമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? യൂസ് ഓഫ് വിൻഡ് എനർജി. കാറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അത് പ്രകൃതിക്ക് ഒരു തരത്തിലും തന്നെ കോട്ടം വരുത്തുന്ന ഒരു പ്രോസസ് ഒന്നുമല്ല. അത് പിന്നെ അത് മാത്രമല്ല റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് അല്ലെ. കാറ്റ് നമുക്ക് ഉപയോഗിക്കുന്നതോറും കുറഞ്ഞു പോവും ഇല്ല അല്ലെ. അപ്പം റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ് കാറ്റ്. പിന്നെ അത് മാത്രമല്ല കുറച്ചളവിൽ മാത്രമേ, അല്ലെങ്കിൽ ചില സമയത്ത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടി ചെയ്യുന്നില്ല. അതായത് ഈ ഒരു ഊർജ സ്രോതസ് പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ തീരെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തു വിടാത്ത ടൈപ്പും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് യൂസ് ഓഫ് സോളാർ എനർജി. ഇതും ഇത്തരത്തില് റിന്യൂവബിൾ ആയിട്ടുള്ള, ഒരിക്കലും തീർന്നു പോവാത്ത ടൈപ്പ് ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് അല്ലെ. സണ്ണിൽ നിന്നുള്ള എനർജി, സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ടുള്ളത്. അത് മാത്രമല്ല പ്യുവർ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ആണ് അല്ലെ. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ പെടുക? കൽക്കരി, അതുപോലെ എണ്ണ, പിന്നെ നാച്ചുറൽ ഗ്യാസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്താണ്? നമുക്ക് പ്രകൃതിയിൽ മലിനീകരണം ഉണ്ട്. കാർബണിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂട്ടുന്നതാണ് അല്ലെ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബണിന്റെ അളവ് കൂട്ടുന്നതാണ്. അത് മാത്രമല്ല ഇത് നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് അല്ല. ഇത്
ഉപയോഗിക്കും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടൈപ്പ്. അതായത് ഇപ്പോൾ കൽക്കരിയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്രയോ കോടി വർഷങ്ങൾ കഴിയണം അല്ലെ. നമ്മൾ കൽക്കരിയുടെ ഒക്കെ ഫോർമേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എത്രയോ വർഷങ്ങൾ കഴിയണം കൽക്കരിയൊക്കെ ഉണ്ടാവാനായിട്ട്. ഫോസിലാണല്ലോ അതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വലിയ അളവിൽ ഹരിതഗൃഹ വാതകങ്ങൾ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിലേക്ക് കൂടി കലരാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല, ഇത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അപ്പോൾ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ അത് പൊല്യൂഷനൊക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ ആഗോളതാപനത്തിനും അതുപോലെ തന്നെ വായു മലിനീകരണത്തിനും ഒക്കെ പ്രശ്നമാക്കുന്ന കാര്യങ്ങളാണ്. ദെൻ അടുത്തതാണ് ക്രോപ്പ് റൊട്ടേഷൻ, വിളപരിയം. ഈ വിളപരിയം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഭൂമിയിൽ വിവിധ വിളകൾ ക്രമമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഈ ഒരു ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്ന രീതി. അപ്പൊ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, ഫെർട്ടിലിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതായത് ഇപ്പോ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ആ വയലില് നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഒരു നൈട്രജൻ, പയറിന്റെ അടിയിലൊക്കെ, പയറിന്റെ ചെടിയുടെ വേരിലൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞു ഒരു ബോൾസ് പോലെ കണ്ടിട്ടില്ലേ, മുഴകൾ പോലെയുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ബാക്ടീരിയാസ് നൈട്രജൻ, മണ്ണിലെ നൈട്രജന്റെ അളവ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, മണ്ണിന്റെ മണ്ണൊലിപ്പ് കുറയ്ക്കാനായിട്ടും ഇത്തരത്തിലുള്ള ക്രോപ്പ് റൊട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും ആ ഒരു പോയിന്റും സുസ്ഥിര വികസനത്തിന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ്? ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം മാത്രമാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ്. ഐഡന്റിഫൈ ദ ആറ്റം ബോംബ് ഡ്രോപ്ഡ് ഇൻ നാഗസാക്കി ഇൻ 1945. നാഗസാക്കിയിൽ നിക്ഷേപിച്ച അണുബോംബ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1945 നാഗസാക്കിയിൽ നിക്ഷേപിച്ച അണുബോംബ്. ലിറ്റിൽ ബോയ്, ലിറ്റിൽ മാൻ, ഫാറ്റ് ബോയ്. 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് 2 എണ്ണം മാത്രമേ നമുക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, ലിറ്റിൽ ബോയ് ആണോ ഫാറ്റ് മാൻ ആണോ? ഇതിൽ 2 എണ്ണമാണ് ഡൗട്ട് ഉണ്ടാവുക. ബാക്കി നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വെറുതെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഫാറ്റ് മാൻ ആണ് അല്ലെ. ഓക്കെ, നാഗസാക്കി, ജപ്പാനിലെ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ഫാറ്റ് മാൻ എന്ന പേരുള്ള ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലൂട്ടോണിയം ബോംബാണ് കേട്ടോ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണ് ഇതില് ചെയ്തിരിക്കുന്നത്. ഇതിലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഇത്തരത്തില് ജപ്പാനെ തകർക്കാനായിട്ട് അമേരിക്ക ആറ്റം ബോംബ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. 2 ആറ്റം ബോംബുകൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഇതിൽ നാഗസാക്കിയിലാണ് ഫാറ്റ് മാൻ എന്ന പേരിലുള്ള പ്ലൂട്ടോണിയം ബോംബ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു വിസ്ഫോടന ശേഷി എന്ന് പറയുന്നത് ഏകദേശം 21 കിലോ ടൺ TNTക്ക് തുല്യമായിട്ടുള്ള ഊർജമാണ്. നാഗസാക്കിയില് ആണ് 1945 ഓഗസ്റ്റ് 9 ബോംബ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്, ആറ്റം ബോംബ്. ദെൻ ആദ്യത്തെ ആറ്റം ബോംബ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ഹിരോഷിമയിലായിരുന്നു. ഓഗസ്റ്റ് 6 ആണ് അല്ലെ ഹിരോഷിമ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ആറ്റം ബോംബിന്റെ പേരെന്തായിരുന്നു? ലിറ്റിൽ ബോയ്. അതാണ് കേട്ടോ ലിറ്റിൽ ബോയ്. അത് യുറേനിയം ബോംബാണ്. നാഗസാക്കിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് പ്ലൂട്ടോണിയം ബോംബാണ് കേട്ടോ. അപ്പോ നമുക്കറിയാം, വേൾഡ് വാർ സെക്കൻഡിന്റെ ടൈമിൽ, അതിന്റെ ഒരു ലാസ്റ്റ് ഫേസിലായിട്ടാണ് ജപ്പാനിലെ ഈ ബോംബാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്, അമേരിക്ക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഓഗസ്റ്റ് 15 കൂടിയിട്ട് ജപ്പാൻ നിരുപാധികം കീഴടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി. ക്ലിയർ ആണല്ലോ? ഇനി തെറ്റില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the main function of Reserve Bank of India? RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ്? To manage the country's foreign trade, to control the money supply of an economy, to control the share market,
ടു കളക്ട് പേഴ്സണൽ ഇൻകം ടാക്സസ്. ഇതിലേതാണ് RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടു കൺട്രോൾ ദ മണി സപ്ലൈ ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിയിലെ മണി സപ്ലൈ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് RBIയുടെ തന്നിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. എങ്ങനെയാണ് ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്? അതായത് ബാങ്കുകൾക്ക് എത്ര പണം വായ്പ നൽകാൻ കഴിയുമെന്ന്, സമ്പദ് വ്യവസ്ഥയിൽ അതായത് ഒരു എക്കണോമിയിൽ എത്ര പണം പ്രചരിക്കുന്നുണ്ട് എന്നും സ്വാധീനിക്കാനായിട്ട് RBI വിവിധ മെത്തേഡ്സ്, അതായത് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് അത്തരത്തിലുള്ള മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ്, ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അപ്പൊ അതൊന്നും കൂടി ഒന്ന് വിശദീകരിക്കാം. റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനോ അല്ലെങ്കിൽ RBIക്ക് വായ്പ നൽകുന്നതിനോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. ഇനി CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം RBIയിൽ സൂക്ഷിക്കേണ്ട ഒരു റേഷ്യോ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അതിൻ്റെ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ആസ്തികൾ, അതായത് പണം, സ്വർണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിലനിർത്തേണ്ട നിക്ഷേപത്തിന്റെ ഒരു ഭാഗമാണ് ഈ SLR, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 26th ക്വസ്റ്റ്യൻ. ഹു ഈസ് നോൺ ആസ് ആന്ധ്ര കേസരി? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? അതാണ് ചോദ്യം. ടി പ്രകാശം, ഡോക്ടർ പൽപു, സി ശങ്കരൻ നായർ, TK മാധവൻ. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്കതിന് ആൻസർ ഒന്ന് നോക്കിയാലോ. ഓപ്ഷൻ എ ടി പ്രകാശമാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ലയൺ ഓഫ് ആന്ധ്ര അല്ലെങ്കിൽ ആന്ധ്ര കേസരി എന്നതിൽ അറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റീഷ്യനും ഒരു ഫ്രീഡം ഫൈറ്ററും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ഏതാണ്? ആന്ധ്ര മൂവ്മെന്റ് ആണ് അല്ലെ. അതായത് ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് ആന്ധ്ര മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, തെലുങ്കു സംസാരിക്കുന്നവർക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന, അതായത് ബ്രിട്ടീഷ് ഭരിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു റീജിയൺ ആയിരുന്നു ആന്ധ്ര, നമ്മുടെ ഇപ്പോഴത്തെ ആന്ധ്ര. ഓക്കെ, അപ്പോൾ ഇവിടെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ് വേണം, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യണം എന്ന ആവശ്യവുമായിട്ട് ആണ് ഈ ആന്ധ്ര മൂവ്മെന്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. പോട്ടി ശ്രീരാമലുവിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ മൂവ്മെന്റിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അദ്ദേഹം. അതായത് രക്തസാക്ഷി എന്ന് പറയുമ്പോൾ നിരാഹാര സമരം ഇരുന്ന് മരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ, പോറ്റി ശ്രീരാമലു. ഓക്കെ, അപ്പോൾ ആ ഒരു ആന്ധ്ര മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു വൈറ്റൽ റോൾ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ടി പ്രകാശം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആന്ധ്ര കേസരി എന്ന പേരിൽ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ആന്ധ്ര സംസ്ഥാനം അങ്ങനെ 1953 ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുണ്ട്. ഒഫീഷ്യലി ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഏത് വർഷമാണ്? 1956 വന്നത് കേട്ടോ. എന്നാൽ അതിനു മുന്നേ തന്നെ 1953 ആന്ധ്ര എന്ന സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രൂപീകൃതമായ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ CM ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ ടി പ്രകാശം. ഓക്കെ, ഇനി മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 പേരും കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലേ. ഡോക്ടർ പൽപു, സി ശങ്കരൻ നായർ, TK മാധവൻ. അവരൊക്കെ ഡോക്ടർ പൽപു എന്ന് പറയുന്നത് ഈഴവ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന, കേരളത്തിലെ ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ പൽപു. ദെൻ സി ശങ്കരൻ നായർ എന്ന് പറയുന്നത് ആരാണ്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റും അതുപോലെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറും കൂടിയായിരുന്നു സി ശങ്കരൻ നായർ. 1897 അമരാവതി സെഷൻ, കോൺഗ്രസിന്റെ 30th ആനുവൽ സെഷൻ ആയിട്ടുള്ള അമരാവതി സെഷനിൽ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചേട്ടൂർ ശങ്കരൻ നായർ. അതാണ് സി ശങ്കരൻ നായർ. നെക്സ്റ്റ് ടി കെ മാധവൻ. ടി കെ മാധവൻ നമ്മൾ പേര് കേട്ടിട്ടുണ്ടായിരുന്നത് ഏതിലായിരുന്നു? വൈക്കം സത്യാഗ്രഹയിലായിരുന്നു അല്ലെ. ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമർ ആയിരുന്നു അദ്ദേഹം. വൈക്കം സത്യാഗ്രഹത്തിലെ സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം കേരളീയനാണ് അല്ലെ. നമുക്കറിയാം ടി കെ മാധവൻ കേരളീയനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇയർ എന്താണ്? 1924 അല്ലെ. 24-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ആരംഭിച്ചത് മാർച്ച് 30, 1924 അവസാനിപ്പിച്ചത് നവംബർ 23, 1925 നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോണ്ടോഴ്സ്. കോണ്ടൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്സ്. ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്സ്. ക്ലോസ്ലി സ്പേസ്ഡ് contours indicate gentle slopes. Absence of contour indicate vertical slopes. കോണ്ടൂർ രേഖകളുമായിട്ട് കോണ്ടൂർ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ് സ്റ്റീപ്പ് സ്ലോപ്സ്. അതായത് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റീപ്പ് ആയിട്ടുള്ള ചെരിവുകളേനെ, സ്ലോപ്പുകളേനെയാണ്. അതായത് കുത്തനെയുള്ള ചെരിവുകളേനെയാണ് അടുത്തടുത്തിട്ടുള്ള കോണ്ടൂർ ലൈൻസ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പുകളിൽ ഭൂപ്രദേശത്തിന്റെ ഒരു ഹൈറ്റ്, അതിന്റെ ചെരിവ്, രൂപം എന്നിവയൊക്കെ ചിത്രീകരിക്കാനായിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ് അല്ലെ. ഒരു ഡെഫിനേഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഹൈറ്റിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാപ്പിൽ 100 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കോണ്ടൂർ ലൈന് ആ ലൈനിലൂടെ കടന്നു പോകുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ എല്ലാ പോയിന്റുകൾക്കും സമുദ്രനിരപ്പിൽ നിന്ന് കൃത്യം 100 മീറ്റർ ഉയരമാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് കോണ്ടൂർ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ മാത്രം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന ലൈൻസ് ആണ് അല്ലെ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്? അതായത് ഫോർ എക്സാമ്പിളിന് 100 മീറ്റർ ഹൈറ്റില് ഒരു ഭൂപടത്തില് 100 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കോണ്ടൂർ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിലൂടെ കടന്നു പോകുന്ന ഭൂപ്രദേശത്തെ എല്ലാ പോയിന്റുകളും എന്താണെന്ന് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് കൃത്യം 100 മീറ്റർ ഉയരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. കോണ്ടൂർ ലൈൻസിന്റെ മറ്റ് സിഗ്നിഫിക്കൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എലിവേഷൻ ഉണ്ടല്ലോ, ഉയരം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ദെൻ സ്ലോപ്പ്, അടുത്തടുത്തിട്ടുള്ള രേഖകള് സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് കാണിക്കുന്നത്. ദെൻ അകന്നിട്ടുള്ള രേഖകള് ചെറിയൊരു ചെരിവ് അല്ലെങ്കിൽ പരന്ന പ്രദേശം, അതാണ് ഈ ജെന്റിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെയാണ് അകന്ന രേഖകള് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഇപ്പോ കുന്നുകള്, ദെൻ വാലീസ് താഴ്വരകള്, ദെൻ സമതലങ്ങള്, ദെൻ മലയിടുക്കുകള്, അങ്ങനത്തെ ഭൂപ്രകൃതിയുടെ പല പല സവിശേഷതകളായിട്ടുള്ള രൂപങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു 2D ഷേപ്പിൽ നിന്ന് 3D ഷേപ്പിലേക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ഈ കോണ്ടൂർ ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊളിറ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ റിറ്റ് യൂസ്ഡ് ടു ചാലഞ്ച് ലെജിറ്റിമസി ഓഫ് എ പേഴ്സൺസ് ക്ലെയിം ടു പബ്ലിക് ഓഫീസ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ. 4 ഓപ്ഷൻസ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പബ്ലിക് ഓഫീസിലേക്കുള്ള തൻ്റെ ഒരു അവകാശത്തിന് അല്ലെങ്കിൽ ആ ഒരു അവകാശത്തിന്റെ ഒരു നിയമസാധുതയെ ചോദ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്.
ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ക്വോ വാറണ്ടോ ആണ് ആൻസർ വരുന്നത് അല്ലെ. ക്വോ വാറണ്ടോ എന്ന വേർഡിന്റെ ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? എന്ത് അധികാരം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് അല്ലെ. ബൈ വാട്ട് അതോറിറ്റി അല്ലെങ്കിൽ ബൈ വാട്ട് വാറണ്ട്, അതാണ് ക്വോ വാറണ്ടോ അതിന്റെ മീനിങ് വരുന്നത്. ഒരു വ്യക്തിക്ക് ഒരു പബ്ലിക് ഓഫീസ് കൈവശം വെക്കുന്നതിന് അല്ലെങ്കിൽ കൈവശം വെക്കുന്നത് നിയമപരമായിട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ക്വോ വാറണ്ടോ. അപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ റൈറ്റോ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം ഒഴിയാനായിട്ട് കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാം. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി, ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് വരുന്നത്. അതായത് ഒരാളെ നിയമവിരുദ്ധമായിട്ട് തടങ്കിൽ വെച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് മാൻഡമസ്. മാൻഡമസിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, വി കമാൻഡ് എന്നാണ് മാൻഡമസിന്റെ അർത്ഥം വരുന്നത്. അതായത് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ കോടതികളോ അവരുടെ നിയമപരമായിട്ടുള്ള കടമകൾ നിർവഹിക്കാനായിട്ട് വിസമ്മതിക്കുമ്പോൾ അത് നിർവഹിക്കാനായിട്ട് കോടതി ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഈ മാൻഡമസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ അതിന്റെ ഒരു അധികാരപരിധി ലംഘിക്കുന്നത് തടയാനായിട്ട് അതിന് മേലിലുള്ള കോടതി ഏതെങ്കിലും മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു റിട്ട് കൂടി ഉണ്ട്, സെഷോററി. അതിന്റെ അർത്ഥം വരുന്നതും ലാറ്റിൻ വേർഡ് തന്നെയാണ്. സർട്ടിഫൈ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഒരു മേൽക്കോടതി ഒരു കീഴ്ക്കോടതിക്കോ അല്ലെങ്കിൽ ട്രിബ്യൂണലിനോ എതിരെ പുറപ്പെടുവിക്കുന്നതാണ് സെഷോററി. ഏതെങ്കിലും ഒരു വിധിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടാണ് സെഷോററി യൂസ് ചെയ്യുന്നത്. 29th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അതിന് ഓപ്ഷൻ ബി ടേബിൾ ബി ആയിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് അറിയുന്ന 100% അറിയുന്നതായിരിക്കും, പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, ഓപ്ഷൻസിന്റെ ഒരു കോഡുകളായിട്ട് നൽകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള മാച്ച് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പെയറാണ് ശരിയായിട്ട് മാച്ച് ആയിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡറി സെക്ടറിലെ ഫുഡ് പ്രോസസ്സിംഗ് ആണ് വരുന്നത് അല്ലെ. പ്രൈമറി സെക്ടറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ട്രേഡ് എന്നാണ്. ട്രേഡ് പ്രൈമറി സെക്ടറിലാണോ? അല്ല, കച്ചവടമാണ് അല്ലെ വരുന്നത്. അത് പ്രൈമറി സെക്ടറിലല്ല. പ്രൈമറി സെക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈമറി സെക്ടറിലാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്നത് പ്രൈമറി സെക്ടറിലാണ്. അതിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും വിളിക്കാറുണ്ട്, അതായത് കാർഷിക മേഖല എന്നും വിളിക്കാറുണ്ട്. ഫോറസ്ട്രി, അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, അതൊക്കെ തന്നെ ഏതിൽ പെടുന്നതാണ്? പ്രൈമറി സെക്ടറിലാണ് പെടുന്നത് അല്ലെ. ഈ ഒരു സെക്ടറിൽ ജോലി ചെയ്യുന്നവരെ റെഡ് കോളർ വർക്ക്സ്, അതായത് റെഡ് കോളർ, നമ്മൾ വൈറ്റ് കോളർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ റെഡ് കോളർ വർക്കേഴ്സ് എന്നാണ് പ്രധാനമായിട്ടും വിളിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി സെക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുള്ള മേഖലയാണ് ഇത് സെക്കൻഡറി സെക്ടർ. ഇതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നുണ്ട്. മാനുഫാക്ചറിങ്, ദെൻ ഓട്ടോമൊബൈൽ നിർമ്മാണ ജോലികൾ, അതുപോലെ ഫുഡ് മാനുഫാക്ചറിങ്, ഹാൻഡിക്രാഫ്റ്റ്, കൺസ്ട്രക്ഷൻ, ദെൻ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ജലവിതരണം, ഇതൊക്കെ ഏതിലാണ് പെടുന്നത്? ഇതൊക്കെ വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ഈ ജോലി ചെയ്യുന്നവർ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ടെറിഷറി സെക്ടർ, തൃതീയ മേഖല. സർവീസ് സെക്ടർ എന്നാണ്, സേവന മേഖല എന്നാണ് ഈ ഒരു മേഖല അറിയപ്പെടുന്നത്. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ,
ട്രേഡ്, കൊമേഴ്സ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, IT സർവീസസ്, പിന്നെ മറ്റ് സേവനങ്ങളായിട്ടുള്ള സേവനങ്ങളിൽ പെടുന്നതാണ് അഡ്വക്കേറ്റ്സിന്റെ ജോലി, അതുപോലെ അക്കൗണ്ടന്റ്, ടൈലർ, ബാർബർ, ടൂറിസം ഗൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ടെറിഷറി സേവനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. അപ്പൊ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 13th ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് റിലേറ്റഡ് ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ്. One of the objective of public sector undertaking is to promote regionally balanced development. Some public sector undertaking are non-profit organizations, while some others participate in commercial activities. ഏതൊക്കെയാണ് ഈ പബ്ലിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് കാണാം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പബ്ലിക് സെക്ടർ എന്ന് നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പൊതുമേഖല എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഒരു ഉടമസ്ഥതയിലുള്ളതും അതുപോലെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളെയും അവയിലൂടെ നടത്തുന്ന ആക്ടിവിറ്റീസിനെയും മൊത്തത്തിൽ പറയുന്ന പേരാണ് പബ്ലിക് സെക്ടർ എന്നുള്ളത്. അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അതിന്റെ ഒരു ഉടമസ്ഥതയും നിയന്ത്രണവും ആർക്കായിരിക്കും? സർക്കാരിനായിരിക്കും. ദെൻ അതിന്റെ ഒരു ഫണ്ട് അല്ലെങ്കിൽ ധനസഹായം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നികുതി, ഫീസ്, ദെൻ സർക്കാർ ഫണ്ടുകൾ എന്നിവ വഴിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് സെക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. ലാഭമുണ്ടാക്കുക എന്നതിലുപരിയായിട്ട് പബ്ലിക് വെൽഫെയർ, അതുപോലെ സാമൂഹിക നീതി, രാജ്യത്തിന്റെ ഒരു സമഗ്രമായിട്ടുള്ള വികസനം എന്നിവയൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പബ്ലിക് സെക്ടറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ, അതുപോലെ ഹെൽത്ത് കെയർ, ശുദ്ധജലം, പൊതുഗതാഗതം, ക്രമസമാധാനം, ഇതൊക്കെ ഇങ്ങനത്തെയുള്ള അത്യാവശ്യ സേവനങ്ങളൊക്കെ എല്ലാവർക്കും മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, അതാണ് ഈ ഒരു പബ്ലിക് സെക്ടറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അതുപോലെ റീജിയണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതായത് റോഡ്, റെയിൽവേ, വൈദ്യുതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പബ്ലിക് സെക്ടറിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് 3 സെക്ഷനിലായിട്ട് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സെഷനിൽ അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.